പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങൾ മറയ്ക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ദുഷ്ടൻ കാണാതെ ഈശോയുടെ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കാൻ കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി വചനം കേൾക്കാനും വചനം പഠിക്കാനും വചനം പാലിക്കാനും കർത്താവ് നമുക്ക് വലിയൊരു അനുഗ്രഹം തന്നിരിക്കുകയാണ്. ഈ കർത്താവിൻ്റെ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ ഈ അഭിഷേകന്റെ ശുശ്രൂഷയിൽ അച്ഛനോട് ചേർന്ന് എന്നോട് സഹായിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. വളർച്ചയുടെ ക്ലാസ്സുകൾ പ്രത്യേകം ഒരുങ്ങിയെടുക്കാൻ കർത്താവിൻ്റെ ആത്മാവ് അച്ഛൻ അഭിഷേകം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നെ അച്ഛൻ അഭിഷേകം ചെയ്ത് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ ഓർക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ പാല് മാത്രം കുടിക്കുന്നവരായ പോരാ, കട്ടിയുള്ള ഭക്ഷണം കഴിക്കുന്നവരായി വളർന്ന് കയറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നാളുകളിലുള്ള ബഹുമാനപ്പെട്ട വട്ടാരിച്ചൻ്റെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വളർച്ചയുടെ വിഷയങ്ങളാണ്. അതുകൊണ്ട് ഓരോ അഭിഷേകത്തിലെ എപ്പിസോഡുകളും ആധ്യാത്മികമായി അടുത്ത പടി വളർന്ന് പരിശീലിച്ച് വിജയിക്കാനുള്ള വിഷയങ്ങൾ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടി നിങ്ങൾ കൂടെ ഉപവസിക്കുകയും പ്രത്യേകിച്ച് വട്ടാരിച്ചൻ പറഞ്ഞു ശനിയാഴ്ചക്ക് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന കാര്യം മറക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഈശോയുടെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകപ്പെടാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കുട്ടികളെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. കുട്ടികളെ വേഗം ചാടി എഴുന്നേറ്റോ. പ്രിയമുള്ള സഹോദരങ്ങളെ, വെളിപാടിന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിലെ വചനം വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്. അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും പിശാചിന്റെ മേൽ വിജയം നേടി. അപ്പോൾ ഈശോയുടെ പരിശുദ്ധ രക്തം പിശാചിന്റെ മേൽ നമുക്ക് വിജയം തരും. ഈ സമയത്ത് ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവൻ കഴുകപ്പെടണം. നമ്മുടെ ആത്മാവ്, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം എല്ലാം കഴുകി വെടിപ്പാക്കപ്പെടണം. വലിയ കൃപയുടെ അഭിഷേകം കർത്താവ് നമുക്ക് തരും. നമുക്ക് നന്നായിട്ട് അങ്ങ് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ. കൈകളടിച്ചു പാടാം. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ. ആവർത്തിച്ച് പാടാവോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, ദുഃഖഭാരങ്ങൾ അകറ്റണമേ ഈശോ. പാവനാത്മാവാ നിറയ്ക്കണമേ ഈശോ, ദുഃഖഭാരങ്ങൾ അകറ്റണമേ. കൈകൾ ഉയർത്തി. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിൻ തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിൻ തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ അവിടുന്ന് പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ദൈവമേ, എത്ര സമയത്തിനും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എത്ര സമയത്തിനും വെളുപ്പിന് എഴുന്നേക്കാൻ പറ്റുന്നില്ല, എത്ര സമയത്തിനും യാമപ്രാർത്ഥന ചൊല്ലാൻ പറ്റുന്നില്ല. കർത്താവേ, ജവമാല ചെല്ലുമ്പോൾ പല വിചാരങ്ങളും തടസ്സങ്ങളും വരുന്നു. പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം അടഞ്ഞിരിക്കുന്ന ഓരോ ഹൃദയങ്ങളും ഈശോയെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ കഴുകി വെടിപ്പാക്കണമേ.
പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണം ഈശോ. പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണം ഈശോ. പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ. നിത്തിരു രക്തത്താ കഴുകണമേ ഈശോ. നിത്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിത്തിരു രക്തത്താ കഴുകണമേ ഈശോ. നിത്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, എന്ത് ചെയ്താൽ സ്തുതിക്കാൻ പറ്റുന്നില്ല. കർത്താവെ സ്തുതിപ്പിക്കാൻ ഒരു അഭിഷേകം ലഭിക്കുന്നില്ല. സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ഒരു മരവിപ്പ് അനുഭവപ്പെടുന്നു. എന്ത് ചെയ്താൽ സ്തുതിക്കാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്ത കെട്ടുകൾ ഈശോയുടെ നാമത്തിൽ അഴിച്ച് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രമ നിറയട്ടെ കർത്താവ്. സ്തുതിപ്പിന്റെ അഭിഷേകം നിറയട്ടെ കർത്താവ്. സ്തുതിപ്പിന്റെ തടസ്സമായി നിൽക്കുന്ന എല്ലാ അവസ്ഥകളെയും ഈശോയുടെ പരിശുദ്ധ രക്തത്തിൽ കഴുകി വിശുദ്ധീകരിച്ച് വരട്ടെ. അങ്ങ് സ്തുതിച്ചിടുവാ വരമേകണമേ ഈശോ. അങ്ങേ വണങ്ങിടുവാ കൃപയേകണമേ ഈശോ. അങ്ങ് സ്തുതിച്ചിടുവാ കൃപയേകണമേ ഈശോ. അങ്ങേ വണങ്ങിടുവാ കൃപയേകണമേ ഈശോ. നിത്തിരു രക്തത്താ കഴുകണമേ ഈശോ. നിത്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിത്തിരു രക്തത്താ കഴുകണമേ ഈശോ. നിത്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ഓ പരിശുദ്ധാത്മാവേ, വചനം വായിക്കാൻ പറ്റുന്നില്ല, വചനം പഠിക്കാൻ പറ്റുന്നില്ല. കർത്താവ് ദൈവം വചനം ഓർമ്മയിൽ നിൽക്കുന്നില്ല. വചനം വായിക്കാനിരിക്കുമ്പോൾ ഉറക്കം, ക്ഷീണം, മന്ദത, കർത്താവ് ഒന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഓരോ കുടുംബങ്ങളെ വ്യക്തികളെ ഇപ്പൊ കഴുകാണ്. ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകണമേ. ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകണമേ. വചനം ഗ്രഹിക്കാൻ തക്കവരെ ഹൃദയവും മനസ്സും പ്രകാശിക്കണേ. പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ വചനങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങിപ്പോട്ടെ. വചനമായി തന്നെ സുഖമാക്കണമേ ഈശോ. വചനം ഘോഷിക്കാൻ വിളിയേകണമേ. സൗഖ്യം പ്രാപിക്കട്ടെ. വചനമായി തന്നെ സുഖമാക്കണമേ ഈശോ. വചനം ഘോഷിക്കാൻ വിളിയേകണമേ ഈശോ. നിത്തിരു രക്തത്താ കഴുകണമേ ഈശോ. നിത്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. നിത്തിരു രക്തത്താ കഴുകണമേ ഈശോ. നിത്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല 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 അവിടുന്ന് തന്നെ നേരിട്ട് ആകാശം ചായച്ച് ഓരോ കുടുംബങ്ങളിലേക്ക് ഇറങ്ങണ. അവിടുന്ന് നേരിട്ട് അടുത്ത് വന്ന് ഓരോ വ്യക്തികളെ സ്പർശിക്കണ. ഈശോയെ, രോഗികളുടെ അടുത്ത് അവിടുന്ന് വന്ന് കൈകൾ വെക്കണമേ. തടസ്സങ്ങളെ പിടിയിരിക്കുന്നവരുടെ നേരെ അവിടുന്ന് കരങ്ങൾ ഉയർത്തി തടസ്സങ്ങളെ ശാസിക്കണം. ദൈവമേ, ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം കർത്താവെ, ഒരു വഴിയില്ലാതിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ നോക്കി അവിടുന്ന് വഴികൾ തുറക്കപ്പെടുന്നത് കൽപ്പിക്കണം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിന്റെ നടുവിലാണ് നമ്മൾ. Praise the Lord. Praise the Lord. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുന്നത് എങ്ങനെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ധ്യാനമൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗങ്ങളിൽ വചന ശുശ്രൂഷകളിലൊക്കെ പറഞ്ഞു കേൾക്കാറുള്ളൊരു കാര്യമാണ്, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം, പുതിയ മനുഷ്യനെ ധരിക്കണം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടിയാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പൗലോസിലെ തൻ്റെ ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, പഴയ മനുഷ്യനെ മാറ്റണം, പുതിയ മനുഷ്യനെ ധരിക്കണം. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കേണ്ടത്? അതിനെക്കുറിച്ച് വെളിച്ചം തരുന്ന നല്ലൊരു വചനം
എഫേസുസ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ്. എഫേഷ്യൻ ചാപ്റ്റർ 4 വേഴ്സ് 22 to 24. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സ്വാദർശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്. ചുരുക്കത്തിൽ 2 കാര്യം. ഒന്നാമത്തെ കാര്യം അതാണ് നമ്മുടെ തലക്കെട്ട്, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം. രണ്ടാമത്തെ കാര്യം എന്താണ്? പുതിയ മനുഷ്യനെ ധരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെയാണ് നമ്മൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുക? പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുക എന്ന് പറഞ്ഞാൽ അതിന് ഒന്നാമത്തെ അർത്ഥമെന്ന് പറയുന്നത് നമ്മുടെ പഴയ പാപങ്ങളെ എല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനമാണ്. ഓരോ കുമ്പസാരം കഴിയുമ്പോഴും ഓരോ ധ്യാനം കഴിയുമ്പോഴും നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ്, ഇനിമേൽ പാപമില്ല, ഇനിമേൽ പാപമില്ല. പാപത്തെ ഉപേക്ഷിക്കാൻ, പാപ സാഹചര്യം ഉപേക്ഷിക്കാൻ, പാപത്തിന് കൂട്ടുകെട്ട് ഉപേക്ഷിക്കാൻ, പാപത്തിന് വസ്തുക്കൾ ഉപേക്ഷിക്കാൻ, പാപത്തിന് വ്യക്തികളുമായി ബന്ധം അവസാനിപ്പിക്കാൻ, അങ്ങനെയുള്ള പഴയ പാപങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനമാണ്. ഒന്നാമത്തെ അർത്ഥം അതാണ്. ബൈബിളിൽ മനോഹരമായ ഉദാഹരണമുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ദാനിയേൽ ചാപ്റ്റർ 1 വേഴ്സ് 8. എന്നാൽ രാജാവിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞുകൊണ്ടോ മലിനനാവുകയില്ലെന്ന് ദാനിയേൽ നിശ്ചയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ദാനിയേൽ നബൂഖദ്നേസർ രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. അപ്പോൾ രാജാവ് വിഭവസമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, വീഞ്ഞ്, മദ്യം, ലഹരി വസ്തുക്കൾ എന്ന് വേണ്ട സമസ്ത സംഗതികളും ദാനിയേലിന് അനുയായികൾക്കും കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ദാനിയേൽ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇതാണ്, രാജാവിൻ്റെ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടോ അവൻ തരുന്ന ഒന്നുകൊണ്ടോ ഞാൻ എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ ഇനിമേൽ മലിനനാക്കുകയില്ല എന്നൊരു തീരുമാനമെടുത്തു. അതുകൊണ്ട് പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ഇനി മേലാക്കം പഴയ പാപങ്ങളില്ല എന്നൊരു തീരുമാനം കൊണ്ടെടുക്കും. വളരെ പ്രധാനപ്പെട്ടതാണ്. തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ദൈവം നമ്മുടെ തീരുമാനവും നമ്മുടെ പരിശ്രമവും ദൈവം ഒരുപാട് പരിഗണിക്കും. ഒരുപക്ഷെ നമ്മൾ പരാജയപ്പെട്ടാലും തീരുമാനവും പരിശ്രമവും ദൈവസന്നിധിയിൽ ഒരുപാട് വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുക എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്ന് വയ്ക്കുന്ന രണ്ടാമത്തെ ഒരു അർത്ഥമെന്ന് പറയുന്നത് പഴയ പാപങ്ങളെ കുറിച്ചുള്ള ഓർമ്മയും മനസ്സിൽ നിന്ന് കളയണം. പഴയ മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മ, പഴയ പാപങ്ങളെ കുറിച്ചുള്ള ഓർമ്മ, അതും കൂടെ മനസ്സിൽ നിന്ന് കളയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ ഒരു ധ്യാനം കൂടുമ്പോഴോ വചനം കേൾക്കുമ്പോഴോ ബൈബിൾ വായിക്കുമ്പോഴോ പ്രാർത്ഥനാ സമയത്തോ ഒക്കെ ചില നല്ല തീരുമാനങ്ങൾ എടുക്കും. ഇനിമേൽ അങ്ങനത്തെ പാപങ്ങളില്ല, ഇനിമേൽ അങ്ങനത്തെ സംഗതികളില്ല, ഒരു തീരുമാനം എടുക്കും. ഇനിമേൽ ചിലപ്പോൾ കുറ്റം പറയില്ല, ഇനിമേൽ ചിലപ്പോൾ ചീത്ത വാക്കുകൾ പറയില്ല, അങ്ങനെയൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കും. എന്നാൽ സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുത്താലും ദൈവമേ പണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ, പണ്ട് ഇങ്ങനെയൊക്കെ വീണു പോയല്ലോ എന്നൊരു വേദന നമ്മുടെ ജീവിതത്തെ അലട്ടാൻ സാധ്യതയുണ്ട്. മറ്റൊരു അഭിഷേകാഗ്നി എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, കുറ്റബോധമെന്ന് പറയുന്നത് പിശാചിൻ്റെ ഒരു പ്രലോഭനമാണ്. എൻ്റെ സഹോദരങ്ങൾ, അതുകൊണ്ട് പഴയ പാപങ്ങളില്ല എന്നുള്ള തീരുമാനം മാത്രം എടുത്താൽ പോരാ, പഴയ പാപത്തെക്കുറിച്ചുള്ള, പഴയ മനുഷ്യനെക്കുറിച്ചുള്ള ഓർമ്മയും കൂടെ മനസ്സിൽ നിന്ന് കളയണം. കാരണം ബൈബിളിൽ ജോബിന്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ട്, എൻ്റെ അതിക്രമങ്ങളെ അവിടുന്ന് സഞ്ചിലാക്കി മുദ്രവയ്ക്കും, എൻ്റെ അകൃത്യങ്ങളെ അങ്ങ് മറയ്ക്കും. നമ്മൾ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ദൈവം നമ്മുടെ പാപമൊക്കെ ഒരു സഞ്ചിയിലാക്കി മുദ്രവയ്ക്കും. ദൈവം മുദ്ര വെച്ചാൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് മറ്റാർക്കും തുറക്കാൻ അവകാശമില്ല. അത് അടച്ചതാണ് ദൈവം. ദൈവം അത് മറന്നതാണ്. ദൈവം എന്നേക്കുമായി എറിഞ്ഞു കളഞ്ഞതാണ്. ദൈവം അത് വിട്ടു കളഞ്ഞതാണ്. ദൈവം പിന്നീട് ഒരിക്കലും അത് ഓർക്കുന്നില്ല. അതുകൊണ്ടാണ് മിക്കായുടെ പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ വചനം ഇങ്ങനെ വെളിപ്പെടുത്തുന്നത്, അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും,
നമ്മുടെ അകൃത്യങ്ങളെ അവിടുന്ന് ചവിട്ടി മതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങളെ അവിടുന്ന് തൂത്തെറിയും എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഓർക്കുന്ന പോലുമില്ല, മായിച്ചു കളഞ്ഞു. പുതിയ നിയമത്തിൽ അത് കുറച്ചുകൂടെ ഉറപ്പിച്ച് പറയുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ, ഹീബ്രൂസ് 8:12, അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ സഹോദരങ്ങളെ, ദൈവം മറന്നത് ഒരിക്കലും ഓർമ്മയിൽ വെക്കരുത്. ദൈവം മറന്ന് ഒരിക്കലും ഓർമ്മയിൽ വെക്കരുത്. അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും ഒരു പാപ സാഹചര്യത്തിൽ വീണ് പോയി എന്ന് കരുതുക. നീ അതെല്ലാം ഉപേക്ഷിച്ച് കയറി പോന്നു എന്ന് കരുതുക. പിന്നീട് അതിൻ്റെ നിരാശയോ അതിൻ്റെ സങ്കടമോ വരാൻ തക്കവിധം ആ ഓർമ്മ വരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഞാനിപ്പോൾ പുതിയ മനുഷ്യനാണ്, ഒരു പുതിയ സൃഷ്ടിയാണ് എന്ന് പറയുമ്പോൾ പഴയ പാപങ്ങൾ ഇല്ലാതിരുന്നാൽ മാത്രം പോരാ, പഴയ പാപങ്ങളെ കുറിച്ചുള്ള ഓർമ്മയും കൂടെ മനസ്സിൽ പോകണം. ഹല്ലേലൂയാ, ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരർത്ഥം കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുന്ന ഇതാണ്: പഴയ പാപങ്ങളെ കുറിച്ചുള്ള ഭയവും കൂടെ മനസ്സിൽ നിന്ന് കളയണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇതാണ്: ചില വ്യക്തികൾ ഇങ്ങനെയാണ്, പാപം ഉപേക്ഷിച്ച് പഴയ പാപത്തെക്കുറിച്ചുള്ള ഓർമ്മയും കളഞ്ഞ്, പക്ഷെ എന്നാലും ഒരു സംശയം നിൽക്കുക, ഇനിയും വീഴുവാവോ, ഇനിയും വീണുവാവോ, ഇനി ഒരു അനുകൂല സാഹചര്യം ഞാൻ വീണു പോകുമോ? എൻ്റെ സഹോദരങ്ങളെ, ഭയം അടിസ്ഥാനപരമായ തിന്മയാണ്. ഫിയർ ഇസ് ഈവിൾ, ഭയം തിന്മയാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ ആ പാപത്തിലേക്ക് വീണു പോകുമോ എന്നുള്ള ഭയം പാപത്തിലേക്ക് നമ്മളെ വീഴിക്കാനുള്ള പിശാചിന്റെ വലിയൊരു ട്രിക്കാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ പീഡാസഹനത്തിന്റെ ഉത്ഥാനത്തിന്റെയും യോഗ്യതയാൽ വിടുതൽ പ്രാപിച്ച, ഒരു പുതുജന്മം പ്രാപിച്ച, ഒരു പുതിയ സൃഷ്ടിയായ ഒരാൾ വീണ്ടും പാപത്തിലേക്ക് പോവുകയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കണം. ഈശോയുടെ കൃപയിൽ ആശ്രയിച്ചാൽ എനിക്കൊരു വിശുദ്ധ ജീവൻ നയിക്കാൻ പറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കണം. അതുകൊണ്ട് ഓരോ കുമ്പസാരത്തിന് അണയുമ്പോഴും പഴയ പാപങ്ങളെ, അല്ലെങ്കിൽ അന്ന് വരെ ചെയ്ത പാപങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനം എടുത്താൽ പോരാ, ആ പാപങ്ങൾ ചില ഓർമ്മയും മനസ്സിൽ നിന്ന് കളഞ്ഞാൽ പോരാ, ഇനി ഒരിക്കലും ഞാനതിൽ വീഴുകയില്ലെന്ന് ഉറച്ചു വിശ്വസിക്കണം. ഭയപ്പെടാൻ വേണ്ടി പാടില്ല. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനിയാണ് പ്രധാനപ്പെട്ട വിഷയം. ആമുഖം പറഞ്ഞതേ ഉള്ളൂ, ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഒരു വ്യക്തി പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ ധരിക്കുന്നത്? അതാണ് നമ്മൾ വചനത്തിൽ കണ്ടത്. ഞാൻ പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് പുതിയ മനുഷ്യനെ ധരിക്കുന്നത്? അപ്പോൾ ചില ആൾക്കാർ പറയും പരിശുദ്ധാത്മാവെന്ന് അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ചില ആൾക്കാർ പറയും വചനം പാലിച്ചു പോകുന്നതാണ്, ചില ആൾക്കാർ അങ്ങനെ പലതരത്തിലുള്ള മറുപടികൾ പലരും പറയാറുണ്ട്. അതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല. എന്നാൽ എന്താണ് ശരിക്കും പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? നിന്റെ പഴയ ജീവിതത്തിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞിട്ട് ഒരു നവീകരിക്കപ്പെട്ടൊരു പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഉടുപ്പെടുത്ത് ധരിക്കും അല്ലേ? ഇപ്പം പഴയ ഉടുപ്പ് മാറ്റി ഒരു പുതിയ ഉടുപ്പ് ധരിക്കുന്നത് പോലെ പഴയ മനുഷ്യനെ മാറ്റിയിട്ട് പുതിയ ഒരു ഉടുപ്പ് അങ്ങോട്ട് ധരിക്കണം. അതെങ്ങനെയാണ് ധരിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു വെളിപ്പെടുത്തൽ തരുന്ന വചനം പഴയ നിയമത്തിലുണ്ട്. ജെറമിയ പ്രവചനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിലാണ്. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 13 വേഴ്സ് 23. നമുക്ക് ഒരുമിച്ച് വായിക്കാം. എത്യോപ്യക്കാരന് തൻ്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയോ മാറ്റാനാവുമോ? എങ്കിൽ തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാനാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തൊരു നല്ല വചന സഹോദരങ്ങളെ, അല്ലേ? നമുക്ക് നമ്മുടെ തൊലിയുടെ കളർ മാറ്റാൻ പറ്റുമോ? പുള്ളിപ്പുലി എന്തെങ്കിലും പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് കാര്യമുണ്ടോ? അല്ലേ? അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, പക്ഷേ അത് അസാധ്യമാണ്. പക്ഷേ പറയാണ്, തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാനാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ വചനപ്രകാരം പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇന്നലെ വരെ ഏത് തിന്മയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ആ തിന്മ വെടിഞ്ഞിട്ട് എൻ്റെ സഹോദരങ്ങളെ ആ തിന്മയുടെ നേരെ ഓപ്പോസിറ്റ് നന്മ ചെയ്യാൻ വേണ്ടി തുടങ്ങണം. അതാണ് ശരിക്കും പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന് പറയുന്നത്.
എത്യോപ്യക്കാരന് തൻ്റെ തൊലിയെ പുള്ളിക്ക് തൻ്റെ പുള്ളിയെ മാറ്റാൻ പറ്റില്ലെങ്കിലും പ്രിയപ്പെട്ട ദൈവ പൈതലേ, വചനം വെളിപ്പെടുത്തുകയാണ്, തിന്മ ചെയ്ത് ശീലിച്ച നിനക്ക് നന്മ ചെയ്യാൻ പറ്റും. പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റണം, പുതിയ മനുഷ്യനെ ധരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ തിയറി ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ട് അതിന് താഴെ ഓരോ എക്സാമ്പിൾസ്, ഓരോ ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുക. ഇതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അതാണ് എഫേസ്യസ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. എഫേഷ്യൻ ചാപ്റ്റർ 4:25 നമുക്ക് വായിക്കാം. അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് വചനത്തിന്റെ അർത്ഥം? ഇതിനകത്ത് പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുക എന്ന് പറയുന്നത് എന്താ? വ്യാജ സംസാരം നിർത്തണം, നുണ പറയുന്ന സ്വഭാവം നിർത്തണം. പുതിയ മനുഷ്യനെ ധരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? എല്ലാവരോടും സത്യം മാത്രം സംസാരിക്കാൻ വേണ്ടി ആരംഭിക്കണം. ഇതാണ് പുതിയ മനുഷ്യനെ ധരിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നലെ വരെ ഏത് പാപമാണോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ആ പാപം ഉപേക്ഷിച്ചിട്ട് ആ പാപത്തിന് നേരെ ഓപ്പോസിറ്റ് നന്മ ചെയ്യാൻ വേണ്ടി ആരംഭിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണഗതിയിൽ നമ്മൾ കുമ്പസാരത്തിൽ അല്ലെങ്കിൽ ധ്യാനത്തെ കൂടുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം എന്താ? ഇനി മേലെ നുണ പറയലും തീരുമാനം എടുക്കും, അല്ലേ? നുണ പറയുകയല്ല എന്ന തീരുമാനം എടുത്തുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുകയല്ല. കാരണം അത് പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റുന്നതോടെ ആയിട്ടുള്ളൂ. ഇനി നീ ആയിട്ട് ഒരു പുതിയ മനുഷ്യനെ ധരിക്കണം. എന്താണ് പുതിയ മനുഷ്യനെ ധരിക്കൽ? ആ പുതിയ മനുഷ്യനെ ധരിക്കലാണ് ഇനി ഞാൻ ആരോട് എവിടെയും സത്യം പറയൂ എന്നുള്ള തീരുമാനം. എന്ന് പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ പാപം ഉപേക്ഷിക്കാനുള്ള തീരുമാനവും ആ പാപത്തിന് നേരെ ഓപ്പോസിറ്റ് തീരുമാനം. സാധാരണ നമ്മൾ അങ്ങനെ എടുക്കുകയല്ല, നമ്മൾ പാപം ഉപേക്ഷിക്കാൻ തീരുമാനം എടുക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിട്ട് പുതിയ മനുഷ്യനെ ധരിക്കുന്നില്ല എങ്കിൽ നിനക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇന്ന് അനേകം പേര് വീണ് പോകുന്നതിന് കാരണം എന്താ പറയുക? പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റിയാണ്. ധ്യാനം കൂടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റി, പക്ഷേ പുതിയ മനുഷ്യനെ ധരിക്കുകയല്ല. പുതിയ മനുഷ്യനെ ധരിക്കാത്ത ഒരു വ്യക്തിക്ക് ഉയർന്ന പടിയിലേക്ക് വളരാൻ സാധിക്കില്ല. അവൻ വീണ്ടും പഴയ പാപത്തിൽ വീഴും. അത് തൊട്ടു താഴെ നിങ്ങളെ വചനഭാഗം മുഴുവൻ ബൈബിൾ എന്ന് വായിക്കുന്നത് നല്ലതാണ്. എഫേസ്യസ് ലേഖനത്തിൽ 4:27 കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, പൗലോസ്ലീഹയോട് വെളിപ്പെടുത്തുകയാണ്, സാത്താന് നിങ്ങൾ അവസരം കുട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിട്ട് പുതിയ മനുഷ്യനെ ധരിക്കുന്നില്ല എങ്കിൽ പിശാചിന് വീണ്ടും അവസരം കിട്ടും. എന്ന് പറഞ്ഞാൽ പഴയ പാപം ഏതാണ് അത് ഉപേക്ഷിച്ചിട്ട് ആ പാപത്തിന്റെ നേരെ ഓപ്പോസിറ്റ് നന്മ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നില്ലെങ്കിൽ പിശാചിന് വീണ്ടും അവസരം കിട്ടുമെന്ന്. അതാണ് പാപം ഉപേക്ഷിച്ചിട്ട് നന്മ നിറയ്ക്കാതിരുന്നാൽ വലിയ അപകടം ഉണ്ടാവും. നിങ്ങൾക്കറിയാമല്ലോ, മത്തായി സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലെ രംഗം, അശുദ്ധാത്മാവ് വിട്ടുപോകുന്നു, പിന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വന്ന് പിന്നെ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷെ എന്ത് സംഭവിക്കുന്നു? സ്ഥലമൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഇറങ്ങി പോകുന്ന സ്ഥലം നോക്കുന്നു, അത് അടിച്ച് വൃത്തിയാക്കിയിട്ടിരിക്കുന്നു, പക്ഷെ അതിനകത്ത് നന്മ നിറഞ്ഞിട്ടില്ല. അപ്പൊ അത് പോയിട്ട് തന്നേക്കാൾ ദുഷ്ടരായ 7 എണ്ണത്തെ കൂടെ കൂട്ടി അതിൻ്റെ ഉള്ളിൽ വാസമർപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, വചനം വെളിപ്പെടുത്തുകയാണ്, അതായത് പാപം ഉപേക്ഷിച്ച ശേഷം പാപത്തിന്റെ നേരെ ഓപ്പോസിറ്റ് നന്മ നമ്മൾ നിറയ്ക്കുന്നില്ലെങ്കിൽ വീണ്ടും പിശാച് നമ്മുടെ ഉള്ളിൽ വസിക്കാൻ പാപത്തിൽ വീഴാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം എഫേസ്യസ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. അതിന് വെളിപ്പെടുത്തുകയാണ്, മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. പിന്നെന്ത് ചെയ്യണം? അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ മോഷ്ടിക്കുന്ന സ്വഭാവമുള്ള ഒരാൾ മോഷണം നിർത്തി എന്ന തീരുമാനം എടുത്തപ്പോൾ പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റി മോഷ്ടിച്ചത് മറക്കുകയും ചെയ്ത് ഇനി മോഷ്ടിക്കുകയല്ല എന്ന തീരുമാനം എടുത്ത ഭയമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം രക്ഷപ്പെടുകയല്ല, വേറൊരു തീരുമാനം എടുക്കണം. ആ തീരുമാനം എന്താ? ഞാൻ ഇനി ഇല്ലാത്തവരുമായി എന്തെങ്കിലും പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് നന്മ ചെയ്ത് അതിന് എന്തെങ്കിലും മാന്യമായ ജോലി ചെയ്ത് ജീവിച്ച് മറ്റൊരാൾക്ക് നന്മ ചെയ്യുമെന്നൊരു തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ നമ്മൾ നിലനിൽക്കുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ട് താഴെ അടുത്ത വാക്യം നമുക്ക് പറ്റിയ വചനമാണ്. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കണം. പലപ്പോഴും നമ്മൾ കുമ്പസാരം കഴിഞ്ഞാൽ തീരുമാനം എടുക്കും, ഞാൻ എൻ്റെ കുറ്റം പറയുകയല്ല, ഞാൻ ചീത്ത പറയുകയല്ല, ഞാൻ അശുദ്ധി പറയുകയല്ല. അത് മാത്രം തീരുമാനം എടുത്താൽ പോരാ. പിന്നെയോ മനഃപൂർവ്വം ഞാൻ നല്ല ആത്മീയ ഉണർവ് തരുന്ന കാര്യങ്ങൾ എനിക്ക് ചുറ്റുമുള്ളവരോട് ഞാൻ പറയും, കുടുംബാംഗങ്ങളോട് പറയും, സുഹൃത്തുക്കളോട് പറയും. അങ്ങനെ ഒരു തീരുമാനം എടുത്താലേ നിലനിൽക്കുള്ളൂ.
ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അങ്ങനെയാണെങ്കിൽ തിന്മയോട് പൊരുതാൻ പറ്റുമെന്ന് വചനം ഉറപ്പായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. 1 പത്രോസ് 3:13 നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയും? അപ്പൊ തിന്മ പിശാച് നമ്മൾ ഉപദ്രവിക്കാൻ കാരണം എന്താ? നന്മ ചെയ്യാൻ തീഷ്ണതയില്ല, പുതിയ മനുഷ്യൻ ധരിക്കുന്നില്ല. അതാണ് പഴയ മനുഷ്യൻ വീണ്ടും നമ്മൾ ഉപദ്രവിക്കാൻ കാരണം. അതാണ് റോമ 12:21 വചനം വെളിപ്പെടുത്തുകയാണ്. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ, തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. അപ്പൊ ഇന്ന് പലപ്പോഴും തിന്മ വീണ്ടും വീണ്ടും നമ്മളെ കീഴ്പ്പെടുത്തേണ്ട കാരണം എന്താ? നന്മ കൊണ്ട് തിന്മയെ കീഴ്പ്പെടുത്തുന്നില്ല. അഹങ്കാരമാണ് പ്രശ്നമെങ്കിൽ അഹങ്കാരം ഇനി ഉണ്ടാകിയാലും തീരുമാനത്തിന് കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ എളിമപ്പെടാൻ കിട്ടുന്ന സാഹചര്യങ്ങളെല്ലാം ഉപയോഗിക്കണം. തോബിത്ത് 12:7 ഇതേ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. നന്മ ചെയ്യുക, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. നന്മ ചെയ്യുക, നിന്നെ പിശാച് തിന്മ ഉപദ്രവിക്കില്ല എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി 4:7 വചനം പഠിപ്പിക്കുന്നുണ്ട്. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്ക് തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. എങ്ങനെ കീഴടക്കണം? നന്മ ചെയ്തുകൊണ്ട് കീഴടക്കണം. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജെറമിയ പ്രവചനത്തിൽ 8:13 വലിയൊരു വെളിപ്പെടുത്തലാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ വിളവെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, എന്നാൽ മുന്തിരിയിൽ ചെടിയിൽ പഴമില്ല, അത്തിവൃക്ഷത്തിൽ കായ്കളുമില്ല, ഇല പോലും വാടിക്കൊഴിഞ്ഞു. അതിനാൽ അവരുടെ നേരെ ഞാൻ വിനാശകനെ അയക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സാധാരണഗതിയിൽ ഒരു അത്തിവൃക്ഷത്തിലോ ഒരു മുന്തിരി ചെടിയിലോ പഴങ്ങൾ ഉണ്ടെങ്കിലാണല്ലോ വിനാശകൻ വരുള്ളൂ. പപ്പായ, ആ പപ്പായ പഴുത്ത് നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ പക്ഷി വരും അല്ലേ? ഫലം ഉള്ളിടത്താണ് എന്തെങ്കിലും അത് കൊത്തി തിന്നാൻ വേണ്ടി വരുന്നത്. എന്നാൽ വചനം വെളിപ്പെടുത്തുകയാണ് ഇവിടെ ഫലമില്ലാത്തത് കൊണ്ട്, നന്മയില്ലാത്തത് കൊണ്ട് അതിൻ്റെ അടുക്കലാണ് വിനാശകൻ, പാപം, പിശാച് വരുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, എത്ര ധ്യാനം കൂടിയാലും എത്ര കുമ്പസാരിച്ചാലും പഴയ മനുഷ്യനെ എത്ര ഉരിഞ്ഞു മാറ്റിയാലും പുതിയ മനുഷ്യനെ ധരിക്കുക. നേരെ ഓപ്പോസിറ്റ് നന്മ ചെയ്തെങ്കിലേ പിടിച്ചു ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മളെ നിരന്തരം കീഴ്പ്പെടുത്തുന്ന പാപങ്ങൾ ഏതൊക്കെയാന്ന് ഓർക്കണം. അതിന് നേരെ ഓപ്പോസിറ്റ് നന്മ എന്താന്ന് ഓർക്കണം. അത് വേഗം പരിശീലിക്കണം. ഞാൻ മൂലം അനേകം പേർ പാപത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അനേകരെ ഞാൻ യേശുവിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ആരാധന സമയത്ത് കർത്താവ് ഒരു പ്രത്യേക കൃപ നമുക്ക് തരും. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ അവസ്ഥകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു കൊച്ചു കുഞ്ഞ് അപ്പനോടും അമ്മയോടും പറയുന്നത് പോലെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ പറയാം. എൻ്റെ കർത്താവേ, ഒരുപാട് നാളുകളായി ചില പാപ സ്വഭാവങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും അവ ഞങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു പോകുന്നില്ല. ഒരൊഴിയാ ബാധ പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ അലട്ടുകയാണ്. കർത്താവേ, ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ തീരുമാനം എടുക്കുകയാണ്. ദൈവമേ, എൻ്റെ പാപത്തെ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാപത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് നന്മ പരിശീലിക്കാൻ വലിയൊരു കൃപ നൽകണം. കർത്താവേ, തിന്മ ചെയ്ത് ശീലിച്ച് നിനക്ക് നന്മ ചെയ്യാനാകുമെന്നുള്ളത് പാലിക്കാൻ തക്ക വിധം കർത്താവ് ഒരു ധൈര്യം, ഒരു തീരുമാനം, കർത്താവ് ഒരു പരിശ്രമം കർത്താവ് ഞങ്ങൾക്ക് അയക്കണം. ഞങ്ങളെ സഹായിക്കണം കർത്താവേ. ഉള്ളൊരുകി പ്രാർത്ഥിക്കുന്നു. ആസക്തികളാ കലുഷിതമാമൻ പഴയ മനുഷ്യനെ ദൂരെയെറിയൂ. ആസക്തികളാ കലുഷിതമാമൻ പഴയ മനുഷ്യനെ ദൂരെയെറിയൂ. ദൈവത്തിൻ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയൊരു മനുഷ്യനെ ജനിപ്പിക്കൂ. കൈകൾ ഉയർത്തി വിളിക്കുന്ന ഈശോയേ, യേശുവേ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, പൈശാചിക പീഡ വിട്ടുമാറട്ടെ, തടസ്സങ്ങൾ നീങ്ങി മാറട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ.